വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരല്പം നിവേദ്യം വയ്ക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ നിവേദ്യം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു ഭക്തൻ ദേവന് വേണ്ടി സമർപ്പിക്കുന്ന വിശിഷ്ട വസ്തുക്കളെയാണ് നമ്മൾ നിവേദ്യം എന്ന് പറയുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ പാത്രം, ആ പാത്രം ഏതുമാകാം, സ്വർണ്ണപാത്രമോ വെള്ളിയോ ചെമ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു വാഴയില വെട്ടിയെടുത്തിട്ട് ഉള്ളതോ ആയാലും മതിയാകും. ഇതുപോലുള്ള ഇലകളിലോ നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം നിവേദ്യം വയ്ക്കാവുന്നതാണ്. വില കൂടിയ വസ്തുക്കളോ ഒന്നും തന്നെ വയ്ക്കാനില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് നിവേദ്യമായിട്ട് ശുദ്ധമായത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഒരു പഴമോ അല്ലെങ്കിൽ അല്പം പാലോ എന്തെങ്കിലും വയ്ക്കാം. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയെങ്കിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് നിവേദ്യമായിട്ട് വയ്ക്കാവുന്നതാണ്. നിവേദ്യ വസ്തുക്കൾ എപ്പോഴും അടച്ചു തന്നെ വയ്ക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. തുറന്നിരിക്കുന്ന നിവേദ്യം രാക്ഷസന്മാർ ബലമായി സ്വീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് അടച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ആണ് നിവേദ്യം വയ്ക്കേണ്ടത്. ഒരിക്കലും മുന്നിലോ പിന്നിലോ വയ്ക്കാൻ പാടില്ല. ഭഗവാൻ ഒരിക്കലും നിവേദ്യം ഭക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ അത് ദർശിക്കുന്ന മാത്രമേ, നമ്മൾ ഈ നിവേദ്യം വച്ചിരിക്കുന്നത് ദർശിക്കുന്നത് തന്നെ ഭഗവാൻ സംതൃപ്തനായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് സാധനം വെച്ചാലും ഭഗവാനെ ഈ നിവേദ്യം അങ്ങ് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഭഗവാൻ അത് സ്വീകരിച്ചു കൊള്ളും. പിന്നെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ദൂരെ എങ്ങാനും പോകുന്ന സമയത്ത് നിവേദ്യം വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അല്പം പഞ്ചസാര എങ്ങാനും ഒരു കുപ്പിയിലിട്ട് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ എന്തെങ്കിലും ഒരു ചെറിയ ബോക്സിലെങ്ങാനും ഇട്ട് പൂജാമുറിയുടെ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് പോയാലും മതി. ഒരു മനസ്സമാധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭഗവാന് നിവേദ്യമായിട്ട് വയ്ക്കണം കേട്ടോ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.